ഹലോ ഗായ്സ്, എല്ലാവർക്കും 1 2 3 ബൂമറാങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. എന്താ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി ഇവിടെ മുട്ട ചിനിപ്പല തോന്നുന്നല്ലോ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര മുടിയൂരൽ കേസ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നിവിടെ വട്ടെ. കുക്കിംഗ് വീഡിയോ ആണ് കേസ്. കുക്കിംഗ് വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ്. നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം എക്സിബിഷൻ പോയാൽ കിട്ടുന്ന കടി. നമ്മൾ ഇവിടെ എല്ലാം പോലെ ആകാശത്തൊട്ടിലെ തോണിയിലെല്ലാം കയറാൻ പോകുന്ന സ്ഥലം എക്സിബിഷൻ, അവിടെ പോയാൽ കിട്ടുന്ന കോളിഫ്ലവർ പൊരിച്ചത് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അതേ ടേസ്റ്റിൽ നമുക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ആദ്യത്തെ ഐറ്റം കുറച്ച് കരിയാമ്പ്, കുറച്ച് കറിവേപ്പില. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി ഈ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പോൾ. പിന്നെ അതിന് മുമ്പ് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് ഞാൻ മഞ്ഞൾ ഇട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് സമയം. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അതൊരു വീഡിയോ എടുത്തിട്ട് കുക്കിംഗ് ചെയ്താൽ നിങ്ങൾക്കും കൂടി എൻ്റെ ഒരു റെസിപ്പി അങ്ങോട്ട് വരൂലേ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ആദ്യം. ഓക്കെ, കം വിത്ത് മീ. അപ്പോൾ ഗൈസ്, മഞ്ഞളെല്ലാം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത്, മഞ്ഞളല്ല കോളിഫ്ലവർ എല്ലാം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടോ? ഇതാ. അപ്പോൾ അതെല്ലാം ഊറ്റിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കുക. കൂട്ടിൽ ആദ്യം ആവശ്യമായ സാധനം എന്ന് പറയുന്നത് കരിവേപ്പില. കുറച്ച് ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കരിവേപ്പില. അതിനുശേഷം വെളുത്തുള്ളി ഒരു കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് എല്ലാം എടുത്ത് വന്നിട്ട് പറയാം. ഇത് ഞാനിടാൻ പോകുന്നത് മൈദ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. ബാറ്റർ വളരെ കുറച്ച് മതി. ഒരുപാട് ബാറ്റർ ആക്കിയാൽ നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലമില്ല ഗൈസ്. ഓക്കെ, 2 സ്പൂൺ മൈദ. അതിനുശേഷം വീഡിയോ ഒരു ചെരിഞ്ഞ സ്റ്റൈലിലിരിക്കുന്നത്. അതിനുശേഷം സ്കിപ്പ് ചെയ്യാതെ മറക്കാതെ നിങ്ങളിത് ഉപയോഗിക്കണം. ഇതാണ് കോൺഫ്ലവർ കിട്ടിയാൽ ആ ക്രിസ്പിനെസ് പോകാതെ നമുക്ക് കിട്ടും. നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ കുതിർത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഈ കോൺഫ്ലവർ അതിൽ ആഡ് ചെയ്യണം കേട്ടോ. അതിനുശേഷമല്ല, ആദ്യമേ കുഴക്കുമ്പോൾ ഇത് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പൊരിക്കുന്ന സമയത്ത് തന്നെ തിന്ന് തീർക്കണം, അല്ലെങ്കിൽ ചപ്പി പോകും. സോ നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്, ഇത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കും. ബാറ്ററിൽ അതിങ്ങനെ കുഴച്ച് വെക്കും. അപ്പോൾ ചായ കാച്ചി വെക്കണേ ആദ്യം. ഇത് പൊരിക്കാൻ വെക്കുന്നതിന് മുമ്പ് എന്തിനാന്ന് പറഞ്ഞാൽ പൊരിച്ച് കൊടുക്കുക. കുട്ടിയേക്കും മാപ്പിളക്കും എല്ലാവർക്കും കൊടുക്കുക. തിന്ന് തീർക്കണം. പൊരിച്ച് അന്നേരം തന്നെ തിന്നണം. ഇല്ലെങ്കിൽ ഈ സാധനം മൊത്തം എന്തായിപ്പോവും? കാറ്റ് കഴിഞ്ഞു പോവും. അപ്പോൾ ചാറായിപ്പോവും. എന്നാലും നമ്മൾ തിന്നും, പക്ഷെ അപ്പോൾ രസം കിട്ടൂല. ക്രിസ്പിയോടെ കിട്ടണം വേണ്ടിയാണ് കോൺഫ്ലവർ. അത് ഒട്ടിക്കില്ല. ചാറാക്കി പറയട്ടെ. ഇതിട്ടെ ഓക്കെ, അത് ഒരു ടീസ്പൂൺ മൈദൻ്റെ നേരെ പകുതി എടുക്കുക. കോൺഫ്ലവർ മൈദ എത്രയാണോ എടുത്തത് അതിൻ്റെ നേരെ പകുതി എടുക്കണം കേട്ടോ കോൺഫ്ലവർ. അതിനുശേഷം ഞാൻ അതെങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്കൊരു ഇതൊരു ജിന്നു കറി പോലെ ഉണ്ട്. അതിനുശേഷം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അത് ഇത്ര ഇട്ടോട്ടെ. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾ പൊടി 1 ടീസ്പൂൺ. ഓക്കെ, അതിനുശേഷം ആവശ്യാനുസൃതമായ ഉപ്പ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഉപ്പാണോ ഉള്ളത് അതെടുക്കുക. ഓക്കെ, അതിനുശേഷം എക്സ്ട്രാ ഒരു കടി കിട്ടാൻ വേണ്ടി കുറച്ച് ചെറിയ ജീരകം. അതിനുശേഷം
ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഗൈസ്. കാണുന്നില്ല? ജസ്റ്റ് കാണൂ. മിക്സ് ഇറ്റ് വെൽ ആസ് മച്ച് ആസ് വി ക്യാൻ വാണ്ട്. ഇത് വീണ് ഗൈസ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ റെഡ് ചില്ലിയും ഈ പൊടികളും എല്ലാം ഒന്നിങ്ങനെ മിക്സ് ആക്കുക. അതിന് ശേഷം നല്ലൊരു കളർ കിട്ടി. ഇപ്പം നല്ലൊരു പിങ്കിഷ് കളർ കിട്ടി. അതിനുശേഷം നമ്മൾ ബാക്കി മൊത്തം കയ്യാണായുധം പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു തിക്ക് ബാറ്ററാണ് ഇതിന് ആവശ്യം. അപ്പോൾ നമ്മൾ തിക്ക് ബാറ്റർ ആക്കുക. ഗൈസ്, ഒരു സാധനം മറന്നുപോയി ഗൈസ് ആഡ് ചെയ്യാൻ. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് ഇത് കുഴച്ചതിൻ്റെ മസാലപ്പൊടി ഇടാം. നമ്മൾ കുളം പോലെ ആക്കിക്കിപ്പോൾ പറയാൻ ഇല്ല ഗൈസ്. കോഴി വരട്ടങ്ങോട്ട് കടലപ്പൊടി ഇടാം കേട്ടോ. ഇതിൽ കടലപ്പൊടിയും നിങ്ങൾക്ക് ഇടാം, അരിപ്പൊടിയും ചേർക്കാം, ക്രിസ്പി കിട്ടാൻ വേണ്ടി എന്തും ചേർക്കാം ഗൈസ്. ഏകദേശം ഒരു ബാറ്റർ ആയിട്ടുണ്ട്. ഇത് അപ്പം പോലെ കേട്ടോ. ഇത്തിരി കൂടി വെള്ളം നല്ലോണം മിക്സ് ചെയ്യാം. ദാൽപൂർ, മസാൽപൂർ, പാനിപ്പൂർ അങ്ങനെ അതുണ്ടാവില്ലല്ലോ എക്സിബിഷന്. അതല്ല കേട്ടോ ഇത് മറ്റേ കോളിഫ്ലവറും മുളക് പൊരിച്ചലുണ്ടാകുന്ന അതിൻ്റെ കോളിഫ്ലവറാണ് ഇത്. ഞാൻ മറ്റേതാ ബേൽപൂർ, മസാൽപൂർ അത് വേറെ. പാനിപ്പൂരിൽ ഇപ്പം എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് അല്ലേ. ഉപ്പിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഗൈസ്. കുറച്ചൊരു ഉപ്പിട്ട് മിക്സാക്കൂ ഗൈസ്. നിങ്ങൾ അധികം ആൾക്കാരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരൂ ഗൈസ് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്കൊന്ന് 1K ഒന്ന് കിടക്കണം. 1K എങ്കിലും എനിക്ക് ആവണമെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഗൈസ്. സോ ലെറ്റ്സ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അതിലെടുക്കട്ടെ. ഇനി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടണം. ഇത്തിരി ഗരം മസാല. ഓക്കെ, ഇത്തിരി ഇട്ടാൽ മതി. അധികം വേണ്ട, കാരണം ഇതൊന്നും ഓരോന്നും ഇടൂല. നാട്ടിൽ നിന്ന് പൊരിക്കുന്ന ഈ പരിപാടിൻ്റെ സ്ഥലത്ത് നിന്ന് പൊരിക്കുന്ന ആൾക്കാരൊന്നും ഇടൂല. ഓരിപ്പോൾ കുറച്ച് മസാലപ്പൊടി ഇടായിട്ടില്ല. കുറച്ചൊക്കെ തോന്നുന്നു ചാട്ട് മസാല ഇടുമെന്ന് തോന്നുന്നു. പണ്ടാറ് ചാട്ട് മസാല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ വാങ്ങി. അത് എല്ലാം ഇടണ്ടേന്ന് എനിക്ക് തിരിയുന്നില്ല. എല്ലാം ഈ ചാട്ട് മസാല ഈടാക്കണ്ടേ വാങ്ങിയും പോയിക്കും. ഞാൻ വാങ്ങുമ്പോൾ എൻ്റെ പിയാപ്പിളനോട് ചോദിച്ചു എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ. കെട്ടക്കെട്ട ഒരു വെയിറ്റ് ചാട്ട് മസാല എന്നെല്ലാം പറയുമ്പോൾ ഒരു വെയിറ്റ് അല്ലേ. അപ്പോൾ എൻ്റെ മാപ്പിളൊരു എനിക്ക് എന്തെല്ലാം അറിയാം. അങ്ങനെ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത്. നമുക്ക് പണി എനക്ക് കിട്ടി കേസ്. എന്തിലും ഇടേണ്ടത് തീരുന്നില്ല. എന്താ നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ഈ കോളിഫ്ലവർ കംപ്ലീറ്റ് നമ്മൾ ഇതുമായിട്ടൊക്കെ എടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഈ ബാറ്ററുമായിട്ട് ഇത് കുഴച്ച് മിക്സ് ചെയ്യിക്കണം. നമ്മളുണ്ടാക്കിയ മാവ് വളരെ കറക്റ്റാവട്ടോ. ഇതിന് ഒരു തുള്ളി പോലും കുറവില്ല. സൂപ്പർ. ഇത് പൊരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. പിരി 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 പോലെ ഉണ്ടാവും. ഓ സൂപ്പർ. കാണുമ്പോൾ തന്നെ കൊതിയാണ്. ഇപ്പം ഞാൻ പൊരിക്കൂല, കുറച്ച് കഴിഞ്ഞിട്ടേ പൊരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ പൊരിക്കുമ്പോൾ കുറച്ച് എൻ്റെ മക്കൾ വരും. അപ്പോൾ പൊരിച്ചു ഞാൻ പറഞ്ഞല്ലോ, പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പൊരിച്ചിട്ട് ഞാനും മക്കളും ചായ കുടിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കുറവ് വന്നാൽ പൊരിക്കും. അപ്പോൾ ഓർക്കൊരു സന്തോഷമല്ലേ. എൻ്റെ ഭാര്യ മാതൃക. ചായ എടുത്ത് അങ്ങനെ അത് സെറ്റായി. ഓക്കെ ഗൈസ്, സെറ്റ്.
അപ്പോൾ അതെല്ലാം കുഴച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ചിട്ടെ. എല്ലാം ഏകദേശം കുഴച്ച് ഇവിടെ ഇങ്ങനെ നല്ലോണം എത്ര സമയം നമ്മൾ വെക്കുന്നോ അത്രയും അതിലേക്ക് പിടിക്കും. ഞാനിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് എന്തായാലും എടുക്കും. അതുവരെ ഒന്ന് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ കേസ്, ഇപ്പോൾ ഞാൻ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട്. കാരണം ഇന്ന് നവാസ്ക പ്രതീക്ഷിച്ചാലും നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ പൊരിക്കാല്ലേ, നമുക്ക് ഇതിലേക്ക് ഓയിൽ വെച്ചിട്ട് ഓയിലാണ് പൊരിക്കുന്നത്. കുറച്ച് ഓയിലിൽ പൊരിച്ചെടുക്കാം. ഓക്കെ, ഓയിൽ നന്നായിട്ട് ചൂടാട്ടെ. ഇതിൽ പൊരിച്ചിട്ടിടാം. ഓക്കെ, നെയ്യുണ്ടെങ്കിലങ്ങ് വാർന്നോട്ടെ ഗൈസ്. ശ്രദ്ധിക്കേണ്ടത് ഒന്നും കൂടി അടി ഫുള്ള് മേലെ അടി ഒന്ന് മിക്സ് ചെയ്യണേ. എന്നാലാണ് പൊരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കോൺഫ്ലവർ മിക്സ് ആക്കുക. മൈദ ഇടാൻ നിൽക്കരുത്, കോൺഫ്ലവർ മിക്സ് ആക്കുക. അതായത് ഈ ഒരു വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി കോൺഫ്ലവർ ഇതിലാവുന്നത്. ഇതൊരു ഉപ്പിൻ്റെ കുറവും തോന്നി ഗൈസ്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് പൊരിച്ചെടുക്കാം. നേരത്തെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടത് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, നമ്മളിത് നല്ല പൊരിയാണ്. നല്ല കിരി പിരി പോലെ. പിന്നെ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം നല്ലോണം മുരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ കുറേ ക്വാണ്ടിറ്റി ഇട്ട് പോയി. അതുകൊണ്ട് ചവറ് പോലെ ആയിപ്പോവും. കുറച്ച് ചെട്ടിട്ട് പൊരിച്ചെടുക്കണം ഗൈസ്. പറഞ്ഞില്ല ഗൈസ്, ഇത് പൊരിച്ചോണ്ട് തിന്നണം ഗൈസ്. ഇല്ലെങ്കിൽ ഇത് ചീയായി പോവും. പൊരിക്കാൻ വേഗം വേഗം തിന്നാം. അങ്ങനെ ഇതിലുള്ള എല്ലാം പൊരിച്ച് ഇടുക. ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം എല്ലാവരും തിന്നാൻ തുടങ്ങി. സൂപ്പറാണ്. ഇതെല്ലാം കോരി ടിഷ്യൂലോട്ടിടുക. മറ്റിടത്തുനിന്ന് നേരെ പൊരിച്ചപ്പോൾ പ്ലേറ്റിലാണ് കിട്ടരുല്ലേ. പിരിയാ പിരി. ഇത് ഞാനിപ്പോൾ കൊണ്ട് കൊടുക്കും കേട്ടോ. നല്ല പൊരിയാ ഇത്. ഞാൻ ഇതാ ആൾക്കാർ വന്നു നോക്കുന്നു ഗൈസ്. ചൂടുണ്ട്. ഇതൊന്ന് കൊണ്ടു കൊടുക്കട്ടെ. എന്താണെന്നറിയോ ഗൈസ്, ഒരിക്കലും നമ്മൾ കുറേ വേഗം കഴിയട്ടെ വെച്ചിട്ട് കുറേ വാരി എടുത്ത് അപ്പോൾ അതെല്ലാം കൂടി അടിഞ്ഞൊരു ഇങ്ങനെ ദോശ പോലെ ആയിപ്പോൾ. ഇത് ക്രിസ്പിനെസ് കിട്ടില്ല. നമ്മൾ കുറച്ച് ചിട്ടിട്ടാൽ പൊരിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ചായ ഒഴിച്ച് അടുത്ത ട്രിപ്പും കൊണ്ട് ചെല്ലട്ടെ. എല്ലാവരും വെയിറ്റിംഗ് ആണ് ഗൈസ്. ചായയിൽ മധുരം നോക്കില്ല. ാണ് നമ്മൾ ഇത് കുറച്ച് അത്രക്കരെ പൊരിക്കാൻ പറ്റും. ഇവിടെ നോക്കിയോ ഇപ്പം. ഇത് അവസാനത്തിന് മുമ്പത്തെ ട്രിപ്പാണ് ഗൈസ്. കഴിഞ്ഞു. ഒന്ന് കിരികിരി ഒന്ന് ക്രിസ്പിനെസ് കേൾപ്പിച്ചെടുത്ത്. സൂപ്പർ.
അപ്പോൾ ഇനി ഇങ്ങനെ പൊരിച്ച് തിന്ന് കാണുന്ന വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.